വയനാടിൽ ദൗത്യ സംഘം അവരുടെ രക്ഷാപ്രവർത്തനങ്ങൾ രാവിലെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള ആശ്വാസകരമായ വാർത്തയുണ്ട്. എന്നാൽ ഇനി എന്ത് എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു. ദീപക് തർമ്മടം ചേരുന്നു. ദീപക്, എന്തൊക്കെയാണ് കൂടുതലായിട്ട് ഇനി പ്രേക്ഷകരുമായി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള വിവരം? ആഷ്മി, ദുരന്തമുഖത്ത് ഇന്നത്തെ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. മൃതദേഹത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിക്കാൻ പോകുന്നു. അതിനുവേണ്ടി സൈനികരെ തയ്യാറാക്കുന്ന, അതുപോലെ തന്നെ വിവിധ ഏജൻസികളെ തയ്യാറാക്കുന്ന ദൃശ്യങ്ങളാണ്. ഇതിന്റെ കോർഡിനേഷൻ ചുമതലയുള്ള കേണൽ പരംവീർ നഗ്ര ഇപ്പോൾ ഇവിടെയുണ്ട്. അദ്ദേഹമാണ് NDRF മറ്റ് സേനാ അംഗങ്ങളെ എല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഗുഡ് മോർണിംഗ് സർ. ജയ് ഹിന്ദ് സർ. വാട്ട് ഈസ് ദ ടുഡേസ് പ്ലാൻ ആൻഡ് ഓപ്പറേഷൻ? As I told you, we are resuming the operations. Operations are continuing, and presently let me do my work because we have to coordinate the civil agencies, police, NDRF. So right now let me do my work. Thank you so much. Thank you. അവർ കർമ്മനിരതരാണ് SKN. ഈ സമയത്ത് മാധ്യമങ്ങളോട് കൂടുതൽ സംസാരിക്കാൻ പോലും സമയമില്ല. കാരണം വിവിധ ഏജൻസികളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അവരെ ഓരോ സ്പോട്ടിലേക്കും, അതായത് പുറത്തുനിന്നും വാർത്തകൾ കാണുന്നവർക്ക് ഇവിടുത്തെ പ്രവർത്തനം, ഇവിടെ നിൽക്കുക എത്രമാത്രം ദുഷ്കരമാണെന്ന് മനസ്സിലാകില്ല. കാരണം ഇവിടേക്ക് എത്താൻ തന്നെ ഏതാണ്ട് 2.5 കിലോമീറ്ററോളം നടന്നു വരണം. കാരണം മാധ്യമങ്ങളെയും മറ്റും വാഹനങ്ങൾ പുറത്ത് വിടുന്നില്ല. ഇന്ന് ഞങ്ങൾ എത്തിയത് പോലും ആർമിയുടെ ഒരു ആംബുലൻസിനകത്താണ്. കാരണം ആംബുലൻസിൽ ചുരുക്കം 3 മാധ്യമപ്രവർത്തകർക്ക് മാത്രം ഇവിടേക്ക് എത്താൻ സാധിച്ചു. ആംബുലൻസ് എന്തിനാണ് എന്ന് ചോദിച്ചാൽ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയല്ല, മിക്കവാറും മെഡിക്കൽ അസിസ്റ്റൻസ് ചില ചുരുക്കം ആൾക്കാർക്ക്, മറ്റൊന്ന് മൃതദേഹം കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം കുത്തിയൊഴുകി വരുന്ന ഒരു പുഴ. ഈ പുഴ ബേലി പാലത്തിന്, ഈ പുഴയ്ക്ക് മുകളിലാണ് ഇന്ത്യൻ ആർമി ചരിത്രം രചിച്ചുകൊണ്ട് ബേലി പാലം നിർമ്മിച്ചത്. ഒന്ന് ക്യാമറാമാൻ ഒന്ന് പാൻ ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് ടിൽട്ടപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഉരുൾപൊട്ടിയതിൻ്റെ ഉത്ഭവ സ്ഥാനം അതിനുമപ്പുറം മലമുകളിലാണ്. മുണ്ടക്കൈ, അപ്പുറം പുഞ്ചിരിമറ്റം, ഇങ്ങനെ പരന്നു കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഈ സ്ഥലങ്ങൾ ഓരോന്നും തമ്മിൽ തന്നെ 2 കിലോമീറ്ററിലേറെ വ്യത്യാസമുണ്ട്. ദുഷ്കരമായ യാത്ര, വളരെ അതായത് സാധാരണ നിലയിൽ നിൽക്കുക പോലും സാധ്യമല്ല, ചളിയിൽ പൂണ്ടുപോകും. അവിടെയാണ് ആർമിയും NDRFും അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് കേരള പോലീസിൻ്റെ SOG, അതായത് ഈ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് മാവോയിസ്റ്റ് ഓപ്പറേഷന് വേണ്ടിയാണ് കാട്ടിലവർ അണ്ടർ കവറായി നിൽക്കുന്നത്. അവരാണ് ദുരന്തമുഖത്ത് ആദ്യം എത്തിയത്. ഏതായാലും ഇന്നത്തെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ, രക്ഷാപ്രവർത്തനം എന്ന് നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. അതിനുവേണ്ടിയുള്ള തെരച്ചിലുകൾ ആരംഭിക്കാൻ പോകുന്നു. അതിൻ്റെ തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. SKN ഏതായാലും നിശ്ചയിച്ചത് പ്രകാരം തന്നെ 6 സെഗ്മെൻറ്റുകളായി തിരിച്ചുകൊണ്ട്, 6 സോണുകളായി തിരിച്ചുകൊണ്ട് പരിശോധന തുടരുകയാണ്. ഇതുകൂടാതെ ചാലിയാറിൽ മുഴുവൻ 8 പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ പരിശോധനയും തുടരും. SKN തർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്.